അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ചെറിയ ഗപ്പി ഫാമാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ മറ്റാരുടെ അല്ല വേണ്ട ഇവൻ്റെയാണ്. ചെറിയൊരു ഹായ് ഒക്കെ പറഞ്ഞേണ്ട. ഹായ്. അപ്പോൾ ഇതെൻ്റെ കസിനാണ്. അപ്പോൾ ഇവൻ്റെ ഗപ്പി ഫാമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കത്തെ കാഴ്ചകളാണ് നിങ്ങളെ ഇത്ര നേരം കാണിച്ചത്. പിന്നെ ഇവനൊരു ചാനലുണ്ട് കേട്ടോ. എന്നാടാ ചാനലിൻ്റെ പേര്? എം എ മലയാളം. എം എ മലയാളം. ഇവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇവൻ വ്ളോഗ് തന്നെയാണ് ചെയ്യുന്നത്, ഫിഷിങ്ങിൻ്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് ഇവൻ്റെ ഗപ്പി ഫാം പോയി കണ്ടിട്ട് വരാം. വീഡിയോ ഫിഷിംഗ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാനൊരു ചാനൽ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ A4 ബഡി ഫിഷിംഗ് വ്ളോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. എൻ്റെ കൂട്ടുകാരൻ്റെ ചാനലാണ്. അപ്പോൾ അവൻ ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത്. ഇവൻ്റെ പോലെ തന്നെ ഗപ്പി വളർത്തലും അതിനെപ്പറ്റിയൊക്കെ ഉള്ളതാണ് ഇടുന്നത്. അപ്പം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. നിങ്ങളപ്പം നിങ്ങൾ ഫിഷിങ്ങിലൊക്കെ താല്പര്യമുള്ളവർ എന്തായാലും വിസിറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇവൻ്റെ ഗപ്പി ഫാം പോയി കാണണ്ടേ? വാ. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഗപ്പി ഫാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. എവിടുന്ന ഈ മീനിനെ പിടിച്ചേ? ഞങ്ങളുടെ വീടിന്റെ താഴെ ഒരു തോടുണ്ട്, വലിയൊരു തോടാണത്. അതിലെ വെള്ളം എല്ലാം പറ്റിയപ്പം കുറെ മീനുകൾ ചത്തൊക്കെ പോകാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ അവിടെ ഗപ്പി ഉണ്ടോ? ഗപ്പിയും കുറെ മീനുകളുണ്ട്. പിന്നെ കൂടുതലും അവിടെ ഉള്ളത് നെറ്റിയപ്പനൊക്കെ ഉണ്ട്. കുറച്ച് താഴെ പോണം. ഞങ്ങളുടെ അക്കരയിലാണ് ഇത്. അപ്പോൾ ഇവന്നെ ഇവിടെ ഗപ്പിയായിട്ട് കിട്ടും. ഞങ്ങളുടെ അവിടത്തെ എല്ലാം തോട്ടിലെല്ലാം ഭയങ്കര ഒഴുക്കാണ്. അന്നേരം അവിടെ മീനൊന്നും വളരെ വരാം. എൻ്റെ ഇവിടെ തോട്ടിൽ ഒഴുക്ക് കുറവായതുകൊണ്ട് ഗപ്പിയെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇതാണ് ഇവൻ്റെ ഗപ്പി ഫാം. ഇതുപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിനകത്തെല്ലാം കിടപ്പുണ്ട് മീനൊക്കെ. പിന്നെ അപ്പുറയും കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ആദ്യം കാണിച്ചു തന്നേക്കാം. ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ക്യാമറ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അടിയിൽ കൂടെ എല്ലാം ഓടുന്നുണ്ട്. ഈ കിടക്കുന്ന എന്നാടാ ഈ സാധനം? അത് എൻ്റെ പേര് പിസ്തിയാന്നാണ് എൻ്റെ പേര്. ഇതിനെ കാണിച്ചു തരാം ഞാൻ. ഇതുകൊണ്ട് ഇത്ര നീളമുണ്ട് സാധനത്തിന്. ഞാൻ ഇച്ചിരി അകലെ പിടിച്ച് കാണിച്ചു തരാവേ. ഇതാണിപ്പോൾ ഇതിൻ്റെ വേര്. ഇതിൻ്റെ വേരിങ്ങനെ നീണ്ടു വരുന്നതാണ്. ഇത്രയും താഴ്ച വരെ എത്തും. അതുപോലെ ഒത്തിരി ഉണ്ടല്ലോ. അതിൻ്റെ ഇത് അസോളയല്ലേ കിടക്കുന്നത്? ഇതിൻ്റെ പേരാണ് ഇത്. അസോളയാണിത്. ഇത് നമ്മുടെ മീനിനൊക്കെ ഒരു തീറ്റ. ഇത് എല്ലാ മീനുകൾക്കും നല്ലൊരു തീറ്റയാണിത് ഈ അസോള എന്ന് പറയുന്നത്. ഇങ്ങനെ പൊടിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ ഗപ്പിയൊക്കെ വന്ന് തിന്നും. രണ്ട് അടിയിലുണ്ട് കേട്ടോ. ക്യാമറയ്ക്കകത്ത് വരാത്തതാണ്. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് കാണാതിരിക്കും. നിങ്ങളത് പിടിച്ച് കാണിച്ചു തരാം. അതെ, ഇവൻ തന്നെ ഉണ്ടാക്കിയൊരു വലയൊക്കെ സാധനങ്ങളൊക്കെയാണ്. ഒന്ന് കാണിച്ചാടാ. വേണ്ടേ? ഇതെന്നാ തുണിയും വെച്ചല്ല ഉണ്ടാക്കിയത്? നെറ്റും വെച്ച്. ഇത് ഒന്ന് പിടിച്ചേ. അതെ, കുറച്ചെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. അത് പോയോ? അയ്യോ, അത് പോയി. ഇവൻ്റെ അടുത്ത് നിന്ന് 2-3 ഗപ്പിയെ മേടിച്ചുകൊണ്ട് പോയിട്ട് ഞാനും ഒരു ചെറിയ ഗപ്പി തന്നെ ഫാം പോലെ തുടങ്ങാനായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഇന്ന് മേടിക്കും ഇവൻ്റെ അടുത്തുനിന്ന്. പിന്നെ നമ്മളൊരു ടാങ്കും ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ ഇടണമെങ്കിൽ ചെറിയ ടാങ്ക് വേണമല്ലോ. ഞങ്ങളുടെ വീട്ടിലുള്ള വലിയ ടാങ്കാണ്. അന്നേരം ഒരു ടാങ്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ വരുമായിരിക്കും. അത് ശരിയായെങ്കിൽ എന്തായാലും അതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. പിന്നെ അതെ, മീനിനെ കോരിയിട്ടുണ്ട് തന്നെ. അതുകൊണ്ട് ഒന്ന് പിടയ്ക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി വെള്ളത്തിൽ തന്നെ ഇട്ടായിരുന്നു. അതായിരിക്കും. ഈ സാധനം കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ നെറ്റിൻ്റെ നമ്മുടെ ഷട്ടിൽ ബാറ്റിൻ്റെ ആ സാധനം വെച്ചിട്ടായിരുന്നു ഞാൻ ഉണ്ടാക്കി. അത് വലിയ മീനെ കോരാൻ പറ്റുന്ന സൈസാണ്. ഇവൻ്റെ അതുപോലെ ഗപ്പിയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ സത്യം പറഞ്ഞാൽ. അതൊന്നും ഇതിനകത്ത് ഇടാൻ പറ്റുമല്ലോ. അതിട്ടാൽ തന്നെ അതിൻ്റെ വലക്കിടയ്ക്കൂടെ ഈ മീൻ ഇറങ്ങിപ്പോരും. ഞാൻ പിന്നെ സിലോപ്പിയനെ അങ്ങനത്തെയൊക്കെ ആയതുകൊണ്ട് അത് പോകുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇന്ന് മീൻ ഉണ്ടായതിൻ്റെ ഇവിടെ ഒരു മീൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നോക്ക്. കുഞ്ഞു മീനെ കോരി കാണിച്ചു തരാം. അതിനകത്ത് വെള്ളം എടുക്കുന്നത്? വെള്ളം ഈ മീനെ കോരി എടുക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞു മീനുകളെ നമ്മൾ മാറ്റി ഇടണം. അതെ, ഒരു കുഞ്ഞു മീനുണ്ട്. അതൊന്ന് കാണിച്ചേട്ടാ. ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അത് ഫോക്കസ് ആകുന്നില്ല, എന്നാന്നറിയത്തില്ല. ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ടേ. ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനം മതിയല്ലേ ഈ ഗപ്പിക്കൊക്കെ? എന്തെങ്കിലും പാത്രം അങ്ങനെ എന്തെങ്കിലും ഒക്കെ മതി. ഞാനിപ്പോ ചെറിയൊരു പെട്ടിക്കകത്തൊക്കെയാണ് ഇപ്പൊ വളർത്തുന്നത്. ഇതാണ് കുഞ്ഞു മീൻ. ചെറിയൊരു ജഗ്ഗാ. പക്ഷെ ഇതിനെന്നാ പറ്റി തന്നെ ഇതെടുത്ത് അടപ്പ് പോയതാണ്. ഇതിന്റെ ഒരു അടപ്പ് പൊട്ടിപ്പോയായിരുന്നു. അന്നേരം ഇത് ഇവിടെ ഉപേക്ഷിച്ചിട്ടിരിക്കുവായിരുന്നു. കണ്ടോ, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനം നമ്മൾ വെറുതെ കളയുന്നതിന് ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. ഈ ഗപ്പി ഫാമിന് വലിയ ടാങ്കിൻ്റെ ഒന്നും കാര്യമില്ല അല്ലേ.
ഗപ്പിനെ വളർത്താൻ ഏത് പാത്രമാണേലും പറ്റും. പിന്നെ ടാങ്ക് ഉള്ളതാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതുണ്ട്, പിന്നെ അടപ്പിനകത്ത് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ കുഞ്ഞു മീൻ, ഇത് ഇന്നുണ്ടായതല്ലേ? അതൊന്ന് കാണിച്ചിടാ, കളയുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് കാണിച്ച്. ഇതുണ്ട്, ഇത് ഇന്നുണ്ടായത് ഏറ്റവും ചെറിയ പരുവല്ലേ ഇത്. ഇതിപ്പം ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇതാവാനായിട്ട് ഇങ്ങനെ ഇരിക്കണം. വെള്ളത്തിന്റെ വെള്ളം മാറണ്ടേ ഈ വെള്ളം? അല്ല, ഇതിപ്പം ഇതിനടിയിലോട്ട് ഞാനിപ്പം കലങ്ങുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. ഇതിനടിയിലിപ്പം ഞാൻ മണ്ണിട്ടിട്ടുണ്ട്. മണ്ണിടുമ്പോൾ ഈ മണ്ണിലുള്ള ബാക്ടീരിയസ് ഒക്കെ ഉള്ള കാരണം ഈ കുഞ്ഞു മീനുകൾ പെട്ടെന്ന് വളർന്നു കിട്ടും. ഇതിനകത്ത് ഇനി കുറച്ച് വാഴയിലയും കൂടി ഇടുവാണെങ്കിൽ ഇൻഫോസോറിയ ആയിട്ട് ഇത് മീനുകൾക്ക് പെട്ടെന്ന് വളരാൻ പറ്റും. ഇൻഫോസോറിയ ഒക്കെ ആയിട്ട്. നീ എവിടുന്നാ ഇത്രയും കാര്യമൊക്കെ പഠിച്ചേ? ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചത്. എന്തായാലും ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ മീനെ ഒന്ന് തുറന്നു വിടാം. ഇതിനകത്തോട്ട് തന്നെ ഇടാനാണോ? ഇതിനകത്തോട്ട് തന്നെ ഇടാം. പിന്നെ നീ ഇതിന് എന്നാ തീറ്റ കൊടുക്കുന്നത്? ഞാനിതിന് പ്രത്യേകിച്ച് തീറ്റകളൊന്നും കൊടുക്കുന്നില്ല. ഈ പായലൊക്കെ ഉള്ള കാരണം ഇത് തന്നെ വളർന്നു കിട്ടുന്നതാണ്. അതുണ്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ കുഞ്ഞുമീനെ ഇതിനകത്തോട്ട് വിടാൻ പോവാണേ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അകത്ത്. അതായത് നമ്മുടെ വെള്ളത്തിന് അടി കുറേ കുഞ്ഞുമീൻ കിടക്കുന്നത്. മീനെ വലുതാകുമ്പോൾ ഇതിനകത്തോട്ട് ഇടുമായിരിക്കും അല്ലേ? ഇത് ഈ മീനൊക്കെ വലുതായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ ടാങ്കിലേക്ക് മാറ്റും. ഈ ടാങ്കിന് ആദ്യം ഞാൻ ആദ്യം നിനക്കിത് മാത്രമല്ല എന്നുള്ളായിരുന്നു. ആദ്യം ഇത് മാത്രമല്ലായിരുന്നു. പിന്നെ ഞാനിത് പിന്നെ ഈ ഡപ്പിയാണെങ്കിൽ കടകളിലൊക്കെ ചെന്ന് സാധാ പെട്ടിക്കടകളിലൊക്കെ ചെന്ന് നോക്കി ചോദിച്ചാൽ ഫ്രീ ആയിട്ട് അവർ തരുന്നതാണ് ഇതുപോലത്തെ പാത്രങ്ങൾ. മുട്ടായി പെട്ടി പറഞ്ഞൊക്കെ. അതെട്ടോ, ഒരെണ്ണത്തിന് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടേ. ഇതുണ്ടോ, ഇത് ഏറ്റവും വലുതായതല്ലോ, ഇത് ചെറുതാണല്ലോ. ഇത് നോർമൽ സൈസ്. അതെ, വലുതിനെ അവൻ പിടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് ഏറ്റവും വലിയ പരുവം. ഇതിലും വലുതാവല്ലേ? ഏറ്റവും വലിയ പരുവം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാണിച്ച പരുവമാണ്. ഏറ്റവും വലിയ പരുവം ഇതാണ്. ഇതിലും കുറച്ചും കൂടെ ഒക്കെ വലുതാവും. ഇതാണ് ഏറ്റവും വലിയ പരുവം. അപ്പോൾ ഞാൻ ഈ മീനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ചെറിയ ഭരണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്താണ് കൊണ്ടുപോകാൻ പോകുന്നത്. പിന്നെ എത്ര എണ്ണം ഉണ്ടോ? ഇതിനകത്ത് കുറേ മീനുകളുണ്ട്. ഇതിനകത്ത് നിന്ന് പെയറായിട്ട് തരാം. ഇത് നോക്കി പറഞ്ഞ ഇങ്ങോട്ട് പിടിച്ചു. അതെ, മീനെ എടുക്കുവാണേ. ഇത് കണ്ടോ, അതിനകത്തുനിന്ന് തന്നെ ഇങ്ങോട്ട് കുറഞ്ഞിട്ടാൽ മതിടാ. നീ ഇങ്ങോട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുപോവാ. വീണോ? അതെ, വീണിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പം നമ്മളൊരു 5-6 മീനെ വാങ്ങിയിട്ടുണ്ട്. തൽക്കാലം ഒരു പരീക്ഷണത്തിന് വേണ്ടി. വേണ്ട വാല കളറുള്ള മീനൊക്കെ ഉണ്ട്. ഇതെന്നാ പാലാന്ന് അറിയത്തില്ല. നിങ്ങൾ കണ്ടിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എനിക്കും അറിയത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അറിയാമെങ്കിൽ. പിന്നെ പിസ്തി ഞങ്ങൾക്ക് വലുതാക്കിന്ന് പോരാ. ഇതിനകത്തുനിന്നാണ് കേട്ടോ. കിട്ടിയിട്ടുണ്ടെന്ന് തോന്നല്ലേ? അതെ, ഇത്ര മതിയല്ലേ? ഇത് മതിയാവും. ഇതുണ്ടോ, മീനെല്ലാം കൂടെ അറ്റത്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ അതെ, അസോളയും എല്ലാം ആക്കി ഞങ്ങൾ കൊണ്ടുപോവുകയാണേ. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചേക്കാം. അപ്പോൾ അതെ, നമ്മൾ മീനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു വെള്ളത്തിലോട്ട് ഇടുവാണ്. അപ്പോൾ നമ്മളൊരു ബക്കറ്റിനകത്ത് തൽക്കാലം ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് മീൻ കിടക്കുന്ന വെള്ളം തന്നെയാണ് ഞങ്ങളുടെ ടാങ്കിൽ. അപ്പോൾ ഇതിനകത്തോട്ട് ഇടുവാണ്. ആദ്യം നമുക്കൊരു 2 മിനിറ്റ് നേരം ചുമ്മാ ഈ വെള്ളത്തിനകത്തോട്ട് ഈ ഭരണിയോടെ നമുക്കൊന്ന് മുക്കി വെക്കാം. അല്ലെങ്കിൽ ചിലപ്പം ഇതിൻ്റെ ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആകുന്നത് വരെ നമുക്ക് വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ചെടിയൊക്കെ ഇങ്ങോട്ടെടുത്ത് വെക്കാം. ഇത് വീണിട്ടുണ്ടേ. അപ്പോൾ അതെ, നമ്മൾ ഇച്ചിരി ഇച്ചിരി വണ്ണമുള്ള വല എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പാവലിനൊക്കെ പന്തൽ കെട്ടുന്ന സൈസ് വലയാണിത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് മൂടാം. ഇതിവിടെ നേരത്തെ കിണർ മൂടിക്കൊണ്ടിരുന്ന വലയായിരുന്നു. ഇത് വെച്ചിങ്ങനെ മൂടാം. അതാകുമ്പം കിളിയൊന്നും വന്ന് നമ്മുടെ മീനിനെ കൊത്തിക്കൊണ്ട് പോകുമല്ലോ. അപ്പോൾ കിളിയൊക്കെ മുറ്റത്ത് വരുന്ന വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വല ഇട്ട് വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ മീനുകളെല്ലാം കിളി കൊത്തിക്കൊണ്ട് പോകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയെ പറ്റിയുള്ള സംശയങ്ങളും പിന്നെ ഞാൻ കാണിച്ച ഒരു പായലുണ്ടല്ലോ അതിൻ്റെ പേരെന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതെന്നാ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.